ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളിപ്പോൾ പള്ളിയിൽ പോകാറുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പള്ളിയിൽ പോക്ക് സ്വല്പം ബുദ്ധിമുട്ടാണല്ലേ? എന്നാലും എല്ലാവരും ഞായറാഴ്ചയെങ്കിലും നമ്മുടെ TV-യിലോ യൂട്യൂബിലോ കുർബാന കണ്ടിരിക്കണം. കുർബാന മുടക്കുന്നത് നമുക്ക് നല്ല കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഞായറാഴ്ച ദിവസം കുർബാന കണ്ടിരിക്കണം. പിന്നെ പ്രാർത്ഥന, സന്ധ്യപ്രാർത്ഥന ചൊല്ലാറുണ്ടോ നിങ്ങളെല്ലാവരും? വേണം, തീർച്ചയായിട്ടും അത് വേണം. നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കന്മാരെയും അപ്പൂപ്പനമ്മമാരുണ്ടെങ്കിൽ അവരെയും എല്ലാവരെയും കൊണ്ട് പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ തന്നെ അങ്ങ് ലീഡ് ചെയ്യുക. കാരണം നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. അപ്പം നിങ്ങൾ അവരെ എല്ലാവരെയും ലീഡ് ചെയ്ത് ഒരു കുടുംബ പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബം ഇമ്പമുള്ളതാക്കി തീർക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ, കണ്ണുകളടച്ച് കൈകൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ എത്ര സ്നേഹമാണ് ചൊരിഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കരുതലിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ രൂപത മക്കളെയും മുഴുവനെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് വരാമായിരിക്കുന്ന ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധയിൽ നിന്നും എല്ലാവർക്കും മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ഇരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഏത് പാഠമാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? ആൽവിൻ പറഞ്ഞേ, ഏത് പാഠമാണ്? സഭയും പൗരോഹിത്യവും. അതെ, വളരെ ശരിയാണ്. എന്താണ് പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം? ലെന പറയുമോ? പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതെ, പറഞ്ഞത് ശരി തന്നെയാണ്. മുൻപിൽ നിൽക്കുന്നവൻ. വൈദികൻ എന്ന് പറഞ്ഞാലോ? ആൽവിൻ പറഞ്ഞേ, വൈദികൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? വേദം അറിയുന്നവൻ അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്നവൻ. പഴയ നിയമത്തിലെ പുരോഹിത ഗോത്രം ഏതാണ്? ഏതാണ് പഴയ നിയമത്തിലെ പുരോഹിത ഗോത്രം? ഡാരിയ പറഞ്ഞേ. അതെ, ലേവി ഗോത്രം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പഴയ നിയമത്തിലെ പുരോഹിത ഗോത്രം ഏതാണ്? അപ്പോൾ അതേതാണ്? ലേവി ഗോത്രം. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പൗരോഹിത്യ ധർമ്മങ്ങൾ, പൗരോഹിത്യം പുതിയ നിയമത്തിൽ, പൗരോഹിത്യം പഴയ നിയമത്തിൽ, പുരോഹിതന്റെ പ്രധാന കർത്തവ്യങ്ങൾ. എന്താണ് പുരോഹിതന്റെ പ്രധാന കർത്തവ്യങ്ങൾ? എന്തൊക്കെയാണ്? ദൈവവചന പ്രഘോഷണം, കൂദാശകൾ പരികർമ്മം ചെയ്യുക, പാപം മോചിക്കുക, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക എന്നിങ്ങനെ പല കാര്യങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 7ാം പാഠമാണ്. ആർക്കെങ്കിലും ആ പാഠത്തിന്റെ പേര് പറയാമോ? ആൻഷിയ പറഞ്ഞേ, ആ പാഠത്തിന്റെ പേരെന്താണ്? സഭയും സന്യസ്ത ജീവിതവും. ഓക്കെ, സഭ എന്നാൽ എന്താണ്? എന്താണ് സഭ എന്നാൽ എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹമാണ് സഭ. എപ്പോഴാണ് സഭ സമൂഹം നമുക്കുണ്ടായത്? ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം പെന്തിക്കോസ്ത ദിനത്തിൽ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസും മറ്റു ശിഷ്യന്മാരും ഈശോയെക്കുറിച്ച് പരസ്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. അതോടെ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം ഈശോയിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഏകദേശം 3000-ഓളം ജനങ്ങൾ അന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അങ്ങനെ ഈ പെന്തിക്കോസ്ത ദിനത്തിൽ ആദിമസഭയ്ക്ക് തുടക്കം കുറിച്ചു. നമുക്കൊന്നും കൂടെ വിചിന്തനം ചെയ്യാം. എന്താണ് പെന്തിക്കോസ്ത എന്ന് പറഞ്ഞാൽ? എന്നാണ് അവർ പോയത് പ്രാർത്ഥിക്കാൻ? ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം
എല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം പെന്തിക്കോസ്ത ദിനത്തിൽ സെഹ്യോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസും ശിഷ്യന്മാരും ഈശോയെക്കുറിച്ച് പരസ്യമായി പ്രസംഗിച്ചു. അതുവരെ അവർ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഈശോയെക്കുറിച്ച്. അവർക്ക് പറയാൻ പേടിയായിരുന്നു. അപ്പോൾ അവർ പരസ്യമായി പ്രസംഗിച്ചു തുടങ്ങി. അതോടെ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം ഈശോയിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഏകദേശം എത്ര പേരാണ് അന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? 3000-ഓളം പേർ അന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അങ്ങനെ ഈ പെന്തിക്കോസ്ത ദിനത്തിൽ ആദിമസഭയ്ക്ക് തുടക്കം കുറിച്ചു. തിരുസഭ ഒരു വലിയ കുടുംബമാണ്. ക്രിസ്തുവാണ് ഈ കുടുംബത്തിന്റെ കാണപ്പെടാത്ത തലവൻ. കാണപ്പെടുന്ന തലവൻ ആരാണ്? പറയാമോ? ആൻഷിയ പറയുമോ? കാണപ്പെടുന്ന തലവൻ ആരാണ്? അതെ, വളരെ കറക്റ്റ്, മാർപ്പാപ്പയാണ്. ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ട്? ആൽവിൻ പറഞ്ഞേ, ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ട്? ശരിയാണ്, 12. ഇവരെ എന്തു പേരിൽ അറിയപ്പെടുന്നു? അപ്പസ്തോലന്മാർ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പറയുമോ? ഡാരിയ പറയുമോ? അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം? അതെ, അയക്കപ്പെട്ടവൻ. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ ഈ അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന് ഒരിക്കലും മറക്കാതെ മനസ്സിൽ ഓർത്തിരിക്കുക. ഈ അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ ആരാണ്? പറയുമോ? ആർക്കെങ്കിലും അറിയാമോ? അതെ, ശരിയാണ്, മെത്രാന്മാരാണ്. സഭാ ശുശ്രൂഷകരിൽ ഒന്നാമനായി ഈശോ ആരെയാണ് നിയമിച്ചത്? ആരെയാണ് നിയമിച്ചത്? ഡാരിയ പറഞ്ഞേ. പത്രോസിനെ. അപ്പോൾ ഈ പത്രോസിന്റെ പിൻഗാമി ആരാണ്? മാർപ്പാപ്പ. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരെന്താണ്? ജെനിഫർ പറഞ്ഞേ. യെസ്, കറക്റ്റാണ്. ഫ്രാൻസിസ് പാപ്പ. വെരി ഗുഡ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഒന്നും കൂടെ പറഞ്ഞേ, മറക്കരുതാരും. ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രാമത്തെ മാർപ്പാപ്പയാണെന്ന് നിങ്ങൾക്കറിയാമോ? 266-ാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ മെത്രാന്മാരെ സഹായിക്കാൻ ചുമതലപ്പെടുത്തിയവരാരാണ്? വൈദികർ. വൈദികർ എങ്ങനെയുള്ളവരാണ്? തിരുപ്പട്ടം എന്ന കൂദാശ വഴി അഭിഷിക്തരായവരാണ് വൈദികർ. അവർ വിശ്വാസികളുമായിട്ട് ഇടപെടുന്നു, അജപാലന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. ഈ വൈദികരും സന്യസ്തരുമല്ലാത്ത വിശ്വാസികൾ ആരാണ് എന്ന് പറയാമോ? അലൻ പറഞ്ഞേ. ശരിയാണ്, അൽമായർ. ഈ അൽമായർ ആരാണ്? നാം എല്ലാവരും അൽമായരാണ്. ഇനി നമുക്ക് സന്യസ്തരെ പറ്റി ഒന്ന് ചിന്തിക്കാം. ആരാണ് സന്യസ്തർ? യേശു പ്രഘോഷിച്ച ദൈവരാജ്യത്തിനു വേണ്ടി സർവവും പരിത്യജിച്ച് യേശുവിന്റെ പിന്നാലെ കുരിശും വഹിച്ച് ലോകത്തിന് നിതാന്ത സേവനം ചെയ്യുന്നവരാണ് സന്യസ്തർ. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങളിലൂടെ സഭയ്ക്കു വേണ്ടി അർപ്പണം ചെയ്യുന്നവരാണ് സന്യസ്തർ. ദൈവത്തെ മഹത്വപ്പെടുത്തി മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ. യേശുവിനെ അടുത്തനുഗമിക്കാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തവരാണ് സന്യസ്തർ. ഈ സന്യസ്തരെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പള്ളിയോട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കോൺവെന്റാണ്. ഇറ്റാലിയൻ സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന നമ്മുടെ കോൺവെന്റാണ് അസിസി കോൺവെന്റ്. എല്ലാ കോൺവെന്റുകളും വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കോൺവെന്റും വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുന്നുണ്ട്. എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണെന്നറിയാമോ? അംഗവൈകല്യമുള്ള കുട്ടികളെയാണ് അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. എങ്ങനെ? ചെവി കേൾക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള കുട്ടികളെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുട്ടികളെയാണ് അവരവിടെ പഠിപ്പിക്കുന്നത്. മറ്റുള്ള കുട്ടികൾക്കൊപ്പം അവരെ ആംഗ്യഭാഷയിലൂടെയും സ്പീച്ച് തെറാപ്പിയിലൂടെയും അവർ കുട്ടികളെ വളരെ യോഗ്യരായിട്ട് മറ്റുള്ള കുട്ടികൾക്കൊപ്പം എഴുതാനും വായിക്കാനും ഉള്ള സൗകര്യത്തിൽ അവരെ പഠിപ്പിച്ചെടുക്കുന്നു. അത് തന്നെയല്ല, അവർ എല്ലാ യുവജനോത്സവങ്ങളിലും അവരെ പങ്കെടുപ്പിക്കുകയും ജില്ലാതലത്തിൽ പോയി അവർ സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നു.
കൂടാതെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരത് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബാഗ്, കുട, ഈ സാരിയിൽ വെജിറ്റബിൾ പ്രിന്റ്, ഇതൊക്കെ അവർ ചെയ്ത് പഠിക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ആ കുട്ടികളെ വളരെ യോഗ്യതയുള്ള കുട്ടികളാക്കിയിട്ടാണ് അവർ പുറത്തേക്ക് വിടുന്നത്. അതിന് ഈ സന്യസ്ത ജീവിതത്തിന്റെ, സമർപ്പണ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അസീസി കോൺവെന്റ് എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് പറയാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ആദിമസഭയിലെ സന്യസ്തർ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ആദിമസഭയിലെ സന്യസ്തർ എങ്ങനെയാണ് താമസിച്ചിരുന്നത്? അവർ ഗ്രഹത്തിലോ ഏകാന്ത കേന്ദ്രങ്ങളിലോ ആണ് കൂട്ടമായി താമസിച്ചിരുന്നത്. സന്യാസ ജീവിതത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്ന് പറയുന്ന രാജ്യം ഏതാണ്? ആർക്കെങ്കിലും പറയാമോ? സന്യാസ ജീവിതത്തിന്റെ പിള്ളത്തൊട്ടിൽ ഈജിപ്താണ്. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിക്ക പരീക്ഷയ്ക്കും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സന്യാസ ജീവിതത്തിന്റെ പിള്ളത്തൊട്ടിൽ ഏതാണ്? അത് ഏത് സ്ഥലമാണ് എന്ന് പറഞ്ഞേ ആൽവിൻ? യെസ്, ഈജിപ്ത്. ഏകാന്ത സന്യാസത്തിന്റെ ആരംഭകൻ ആരാണ്? ഏകാന്ത സന്യാസത്തിന്റെ ആരംഭം കുറിച്ചത് അതും ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസ് ആണ്. കുട്ടികളെ സന്യാസത്തിലേക്ക് സ്വീകരിച്ചതോ വിശുദ്ധ പക്കമീസ് ആണ്. 8ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ ബെനഡിക്റ്റൻ നിയമാവലിയുടെ കീഴിലായിരുന്നു സന്യാസ സമൂഹങ്ങൾ മുഴുവനും നിന്നിരുന്നത്. 13ാം നൂറ്റാണ്ടിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രാധാന്യം നൽകി ജീവിച്ചിരുന്ന സന്യസ്തർ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനിയും നമ്മൾക്ക് അടുത്ത പാഠം അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രവർത്തനം തരുന്നു. നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ ആരാണെന്ന് ഞാൻ പറഞ്ഞത്? വിശുദ്ധ പത്രോസ്. പത്രോസ് തുടങ്ങി നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് എണീറ്റിരുന്നേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച്. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ സഭാതലവനായ ഫ്രാൻസിസ് പാപ്പായെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സഭാമക്കൾക്കും പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.